ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് മാർച്ച് 31 ഞായറാഴ്ച. ചന്ദ്രൻ വൃശ്ചികം രാശിക്ക് ശേഷം ധനു രാശിയിലേക്ക് കടക്കുവാൻ പോകുന്നു. ഈ രാശിക്കാർക്ക് അപൂർവമായ ധനയോഗമാണ് വന്നു ചേരുവാൻ പോകുന്നത്. പൂർവ ശുഭയോഗം. ഇന്ന് ഭഗവാൻ കൈപിടിച്ചുയർത്തുന്നത് ഈ 5 രാശിക്കാരെയാണ്. ഇന്ന് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. ഈ ദിവസം വാരിയൻ യോഗം, രവിയോഗം, സർവാർത്ഥ സിദ്ധിയോഗം, തൃക്കേട്ട നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും വന്നുചേരുന്നു. ജ്യോതിഷപ്രകാരം ഇന്ന് 5 രാശിക്കാർക്കാണ് ഐശ്വര്യങ്ങളുടെ ഗുണഫലം വന്നുചേരുന്നത്. ഈ രാശിക്കാരുടെ ആഡംബരങ്ങളിൽ നല്ല വർധനവ് വന്നുചേരും. പണം സമ്പാദിക്കുന്നതിലും വിജയം കൈവരിക്കും. ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥാനം വളരെയധികം ശക്തിപ്പെടും. ഇന്ന് നിങ്ങളുടെ ബഹുമാനവും സമ്പത്തും വളരെയധികം വർദ്ധിക്കും. മാർച്ച് 31 ഞായറാഴ്ച ദിവസമായ ഇന്ന് ഈ 5 രാശിക്കാർക്കാണ് ഭാഗ്യം വരുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാരിലാണെന്ന് നോക്കാം. ആദ്യം മിഥുനം രാശിക്കാരാണ്. മാർച്ച് 31 മിഥുന രാശിക്കാർക്ക് ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും സമ്മാനിക്കുക. മിഥുന രാശിക്കാർ സാധനങ്ങൾ വാങ്ങുന്നതിനായി ധാരാളം പണം ചെലവഴിക്കുകയും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായും നിറവേറ്റുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് പുരോഗതിയുടെ പല വഴികളും വന്നു ചേരും. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട പങ്കാളികൾക്ക് എവിടെയെങ്കിലും പോകുവാനും കഴിയും. ദമ്പതികൾ ഇണയോടൊപ്പം വളരെയധികം സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങൾക്കൊപ്പം എവിടെയെങ്കിലും പോകാൻ പദ്ധതിയിടുകയും ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ നാളെ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നല്ല ദിവസമായിരിക്കും. അതിന് തുടക്കങ്ങൾ ചെയ്തു വെക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇനി പരിഹാര മാർഗങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ജോലിയിലും ബിസിനസ്സിലും പുരോഗതിക്കായി അരി, കുറച്ച് ചുവന്ന മുളക്, ചുവന്ന പൂക്കൾ എന്നിവ ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളത്തിൽ കലർത്തി സൂര്യദേവന് വഴിപാടായി സമർപ്പിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാർക്ക് മാർച്ച് 31 വളരെ ഗുണകരമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. ചിങ്ങരാശിക്കാർ വളരെ ഊർജ്ജസ്വലരായിരിക്കും. ഞായറാഴ്ച അപൂർണമായ വീട്ടുജോലികൾ പൂർത്തിയാക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം നല്ല രീതിയിൽ നിങ്ങൾക്ക് തുടരുവാനുള്ള അവസരം വന്നുചേരും. കുടുംബത്തോടൊപ്പം എവിടെയെങ്കിലും യാത്ര പോകുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മംഗളകരമായ ഒരു യാത്ര സഞ്ചരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ആരോഗ്യം വളരെ രീതിയിൽ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും ജീവിതത്തിന് ഒരു പുതിയ ദിശ വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സിൽ വൻ ലാഭം വന്നു ചേരുവാനും പുതിയ ബിസിനസ് ആരംഭിക്കുവാനും കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ പിതാവിൻ്റെ സഹായത്താൽ പുതിയ വസ്തു വാങ്ങുവാനും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാവുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ധനസമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്നതിനും ശുഭകരമായ അവസരങ്ങൾ വന്നു ചേരും. ഇനി നിങ്ങൾക്ക് വന്നു ചേരാവുന്ന കഷ്ടതകൾക്കായി 2 ചെമ്പ് നാണയങ്ങൾ എടുക്കുക. ഇതിലൊന്ന് നിങ്ങളുടെ കയ്യിലെടുത്ത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചത് എന്തെങ്കിലും ഒന്ന് വിചാരിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ എറിഞ്ഞു കളയേണ്ടതാണ്. മറ്റൊന്ന് നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നിറവേറ്റപ്പെടും. അടുത്തത് കന്നി രാശിക്കാരാണ്. മാർച്ച് 31 കന്നി രാശിക്കാർക്ക് സന്തോഷകരമായ ദിവസമായിരിക്കും ഇത്. കന്നി രാശിക്കാർ സമ്പത്തിൽ വളരെയധികം വന്നു ചേരും. ആത്മീയമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വളരെ സജീവമായി പങ്കെടുക്കുവാനുള്ള അവസരം വന്നെത്തും. ദരിദ്രനായ ഒരാളെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരും. ഭാഗ്യം നിങ്ങളെ വളരെയധികം അനുകൂലിക്കുന്ന ഒരു സമയമാണ്. കന്നി രാശിയിലുള്ള ജോലിക്കാർക്കും വ്യവസായികൾക്കും നല്ല ധനം വന്നു ചേരും. ഏതെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതാവിൻ്റെ സഹായത്താൽ അതിനുള്ള പരിഹാരം വന്നു ചേരുന്നതായിരിക്കും. സാമ്പത്തികമായ അധിക ചിലവ് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ധനം വളരെയധികം വർദ്ധിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ച നിലയിൽ എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ വീടിന് ആവശ്യമായ ചില ആഡംബര വസ്തുക്കൾ വാങ്ങാം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വളരെയധികം സമയം ചിലവഴിക്കുവാനും ഉല്ലാസവേളകളിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം എത്തപ്പെടും. ഇനി പ്രതിവിധികളാണ്.
നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് നിങ്ങളുടെ ആഗ്രഹം ആലിലകളിൽ എഴുതുക. തുടർന്ന് അത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും ധനസമ്പത്തും വന്നു ചേരുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശിക്കാർക്ക് ഈ മാർച്ച് 31 വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. വൃശ്ചിക രാശിക്കാർ വളരെയധികം ഉത്സാഹത്തോടെ ജോലികൾ പൂർത്തിയാക്കുവാൻ ശ്രമിക്കുന്ന ആളുകളാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. തൊഴിൽ മാറ്റത്തിനായി പദ്ധതിയിടുന്നവർ വളരെയധികം വിജയത്തിൽ എത്തും. നിങ്ങളുടെ സാമ്പത്തികമായ വരുമാനം വർദ്ധിക്കും. ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനും പുതിയ ആളുകളെ പരിചയപ്പെടുവാനും വലിയ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. നിങ്ങളുടെ മനസ്സ് വളരെയധികം സന്തോഷവും ദാമ്പത്യ ജീവിതം വളരെയധികം ഉന്നത നിലയിലുമായിരിക്കും. നിങ്ങളുടെ പിതാവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ചില തർക്കങ്ങൾ അവസാനിക്കുവാൻ ഇടവരും. ഇനി വന്നു ചേരാവുന്ന കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിവിധിയാണ് ചെമ്പരത്തി പൂക്കളിൽ വെള്ളം ചാലിച്ച് സൂര്യചാലിസ ചൊല്ലിക്കൊണ്ട് സൂര്യഭഗവാന് സമർപ്പിച്ചാൽ സർവ്വ മംഗള ഐശ്വര്യങ്ങളും നിങ്ങളിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിക്കാർക്ക് വളരെ ഫലപ്രദമായ ദിവസമാണ് ഈ മാർച്ച് 31. കുംഭരാശിക്കാർ ഇന്ന് അധികം ഊർജം നിറഞ്ഞവരായിരിക്കും. ഭാവി പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കളുടെ കരിയറിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇന്ന് വളരെയധികം ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും നല്ല വാർത്തകൾ നിങ്ങളിൽ വന്നു ചേരും. ബിസിനസ്സുകാർക്ക് ഏതെങ്കിലും നല്ല ഇടപാടിൽ നിന്നും വളരെയധികം സാമ്പത്തിക ലാഭം വന്നു ചേരുന്നതാണ്. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തിപ്പെടും. നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകമായി ആരെയെങ്കിലും കണ്ടുമുട്ടുവാനും വിവാഹം ആലോചിച്ചിരിക്കുന്നവർക്ക് അവരുടെ മംഗള കാര്യങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരും. ഇനി പ്രതിവിധികളാണ്. നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ആലിലകളിൽ എഴുതുക. തുടർന്ന് ഇത് ഒഴുകുന്ന വെള്ളത്തിലാണ് ഒഴുക്കി വിടേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മൾ വന്നു ചേരാവുന്ന കഷ്ടതകളും ദുരിതങ്ങളും ഭഗവാന്റെ കൃപയാൽ മാറ്റപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.